ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബിൽ നിന്നൊരു വിഷമാവസ്ഥ ഇപ്പോൾ ഫേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുവാണ് ഞാൻ. അപ്പോൾ എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ വീഡിയോ കഴിവതും ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക. കാരണം ഞാൻ നേരിട്ട ആ ഒരു അനുഭവം, ആ ഒരു വിഷമാവസ്ഥ നാളെ നിങ്ങൾക്കുണ്ടാകാതെ ഇരിക്കാനാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യമേ പറയട്ടെ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം 4 വർഷത്തോളം ആകുന്നു കേട്ടോ. ആകുന്നെങ്കിലും ഒരു 1-1.5 വർഷം അത്രയേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് യൂട്യൂബിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടി, സബ് ഒരുപാട് കൂടി. അപ്പോൾ എനിക്കിപ്പം നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ആകണമെന്നില്ല. ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി നമ്മൾ ഫുള്ളൊരു ദിവസം എപ്പോഴും ചെക്ക് ചെയ്യും, നമ്മുടെ സബ് കൂടുന്നുണ്ടോ, വാച്ച് ടൈം കൂടിയോ, വ്യൂസ് വന്നോ, ഡോളർ ചേഞ്ചസ് ഉണ്ടോ, എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോഴും അത് വൈറ്റ് സ്റ്റുഡിയോയിൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കിടക്കും. രാവിലെ എണീക്കും. അപ്പം മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, വെളുപ്പിന് ഒരു 5:30 ആകുമ്പോഴത്തേന് അലാറം അടിക്കും. ഈ അലാറം അടിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഫോൺ എടുത്തിട്ട് ഫസ്റ്റ് നോക്കുന്നത് വൈറ്റ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യും, സബ് കൂടിയോ, പിന്നെ വ്യൂസ് വന്ന് ഇട്ട വീഡിയോയ്ക്ക് ഡോളറിന് കൂടിയോ, ഇങ്ങനെ ചെക്ക് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കൊരു ഒരാഴ്ചയ്ക്ക് മുൻപ് ഞാൻ എൻ്റെ ഇങ്ങനെ വൈറ്റ് സ്റ്റുഡിയോ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു $100, അതായത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബിൻ്റെ ആ ഒരു വരുമാനം എത്താറായി. അതായത് ഒരു $1-2-3 ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ എഫേർട്ടല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു റിസൾട്ടല്ലേ അത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങനെ രാവിലെ ഈ ഒരു ടൈമിൽ ഒരു 5:30 ആയപ്പോൾ ഇങ്ങനെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് ഞാൻ വണ്ടി പോകും, എനിക്ക് പിന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള പ്രിപ്പറേഷൻ നമ്മുടെ കിച്ചണിൽ പോയി ചെയ്യാൻ പോലും തോന്നിയില്ല. അതുപോലെ വിഷമമായിപ്പോയി. കാരണം വലിയ ഒരു വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരു കമൻറ്റ് വന്ന് കിടക്കുന്നു, റീയൂസ്ഡ് കണ്ടൻറ്റ്, നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്കിനി കിട്ടില്ല എന്നുള്ള ഒരു വലിയ ഒരു കമൻറ്റ് ഒരു മെയിൽ വന്ന് കിടക്കുന്നു. വൈറ്റ് സ്റ്റുഡിയോയിലും വന്ന് മെയിലും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഫസ്റ്റ് നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും എന്താ സംഭവമെന്ന്. എന്തായാലും നോക്കിയപ്പോൾ ഡോളറിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് പോയി, വൈറ്റായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. കാരണം നമ്മുടെ അത്രയും കഷ്ടപ്പാടും, ഞാനിത് പറയുമ്പോൾ ചിലർക്ക് തമാശയായിട്ട് തോന്നും, പക്ഷേ അത്രയും കഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഷമീർ കാർഡാണ്. അപ്പോൾ ഇക്കാർഡ് ഞാൻ മെസ്സേജ് അയച്ചു വിട്ടു. അപ്പം അന്നത്തെ ദിവസം കണ്ടില്ല, എപ്പോൾ കണ്ടാലും റിപ്ലൈ തരും കേട്ടോ. വലിയൊരു ഉപകാരമാണ്. പിറ്റേന്ന് എനിക്ക് റിപ്ലൈ ഇട്ടു. വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മളെന്ത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുമ്പം അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ. നമ്മുടേതല്ലാത്ത വീഡിയോസ് ഇട്ടതും പിന്നെ നമ്മൾ ഇട്ട വീഡിയോ വീണ്ടും ഇടുന്നതും അതെല്ലാം റീയൂസ്ഡ് കണ്ടൻറ്റാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നതെന്ന് വെച്ചാൽ എൻ്റേതല്ലാത്ത വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ നമ്മുടെ ഈ മനാഫ്, അർജുൻ, അങ്ങനെ ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ ഒത്തിരി അതൊക്കെ ഇട്ടു. പക്ഷേ അന്ന് ഡോളർ സൈനൊക്കെ നമുക്ക് വന്നു, കുഴപ്പമൊന്നുമില്ല, മെയിൽ വന്നിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അത് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു 10-50 വീഡിയോയോളം ഏകദേശം എൻ്റെ ഫോണിൽ, എൻ്റെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് വന്നത്. അപ്പോൾ അവർ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ. ഒന്ന്, നമുക്ക് സ്റ്റാർട്ട് അപ്പീൽ ചെയ്യാം. 2, റീഅപ്ലൈ ചെയ്യാം. അപ്പീൽ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ ഈ ഒരു അവസ്ഥ നേരിടാതിരിക്കട്ടെ ആരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരും വിഷമിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നില്ലയോ, ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം എനിക്ക് പൈസ കിട്ടാറ് എൻ്റെ കൈ ഇങ്ങനെ നമ്മൾ വരത്തില്ല, കൈ ഇങ്ങനെ ആ ഒരു സ്റ്റേജ് ആയപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഞാൻ ഹസ്ബൻഡിനോടൊക്കെ വിളിച്ചോണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും പറഞ്ഞാൽ കുഴപ്പമില്ലടി, നീ അടുത്ത സ്റ്റെപ്പ് നോക്ക്, നമ്മളെന്തായാലും ഇത്രയും നാൾ കാത്തിരിക്കാമെങ്കിൽ പിന്നെ കുറച്ച് ആളോടെ നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ കൊടുക്കണം കേട്ടോ. അത്
നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റ് വീഡിയോസോ നമ്മുടെ വീഡിയോസ് രണ്ടാമത് നമ്മൾ ഇട്ടത് ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്പീൽ കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പീൽ കൊടുക്കുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടായിപ്പോത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ അത് ഇല്ല, അത് യൂട്യൂബിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് എന്ന് പൂർണ്ണ ബോധ്യം, അതായത് 101% ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം ആ ചാനലിൽ ഷെമീർക്ക അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ എനിക്ക് പറയാനറിയത്തില്ല. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ നമ്മളത് നമ്മുടെ തന്നെ ചാനലിൽ പ്രത്യേകിച്ച് വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ യൂട്യൂബിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് ആ ചാനലിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്കറിയാം എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് ഉണ്ടെന്നുള്ളത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ അന്നേരം സെക്കൻഡ് ഓപ്ഷൻ തന്നതെന്ന് വെച്ചാൽ റീഅപ്ലൈ ചെയ്യാൻ കേട്ടോ, മോണിറ്റൈസേഷന് റീഅപ്ലൈ ചെയ്യാൻ. പക്ഷേ ഫസ്റ്റ് ഒക്കെ വരുമ്പോൾ റീയൂസർ കണ്ടൻറ്റ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സമയം 1 മാസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അവർ കൊടുക്കുന്ന 3 മാസമാണ്. അപ്പോൾ എനിക്ക് റീഅപ്ലൈ ചെയ്യാൻ തന്നിരിക്കുന്നത് മാർച്ചിലാണ് കേട്ടോ. മാർച്ച് മാസം ആകുമ്പോഴേ എനിക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ആ ഒരു ടൈം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം, നമുക്ക് വേണ്ടാത്ത വീഡിയോസ് എല്ലാം നമ്മുടേതല്ലാത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ റീഅപ്ലൈ ചെയ്യാൻ വെയിറ്റിങ്ങിലാണ്. മാർച്ച് ആകണം. ഞാൻ ആദ്യം ഈ ഒരാഴ്ച എനിക്ക് ഒരു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് മക്കളോട് പോലും സംസാരിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് കൊണ്ട് കേട്ടോ. നമ്മൾ ടൈം പാസിന് വേണ്ടിയാണെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ ആ ഫസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഡോളർ കംപ്ലീറ്റ് ആകാനിരുന്ന ഒരു $2-3 ഒരു ടൈം ആയപ്പോഴത്തേന് എനിക്കിങ്ങനെ വന്നപ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റുന്ന സങ്കടമായിപ്പോയി. എന്തായാലും ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഡോളറിൻ്റെ അടുത്ത് എത്താറാകുന്നവരോ അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ യാത്ര ചെയ്താൽ മതി യൂട്യൂബിലോട്ടെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടേതല്ലാത്ത വീഡിയോകളുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എത്ര വ്യൂ ആയിക്കോട്ടെ. എനിക്ക് 400K ഉള്ള എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. 400K വന്ന ഒരു വീഡിയോ, പിന്നെ 100, 90, അപ്പോൾ 80 ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ഡോളറെല്ലാം എനിക്ക് കട്ടായി പോയി. അപ്പോൾ ഞാൻ റീഅപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് ടോട്ടൽ ഡോളറെല്ലാം കൂടെ എത്ര ആകുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 200K ആകാൻ പോകുന്നു. ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് ഞാൻ റീഅപ്ലൈ ചെയ്യുമ്പം എനിക്ക് എത്ര ഡോളർ കയറുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഇപ്പം മാറി. ഞാനിപ്പോൾ മാർച്ച് മാസം ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എല്ലാം ഡോളർ ഇതേപോലെ തന്നെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇനി ആർക്കും ഈ ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ. കാരണം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പം എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. ആരും അങ്ങനെ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള വീഡിയോകൾ മാത്രം ഇടുക. ഇട്ട വീഡിയോ വീണ്ടും ഇടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു വ്യക്തതയോടുകൂടി വേണം. നമ്മൾ ആ ഒരു എപ്പോഴും നമ്മൾ കണ്ണിങ് ആയിരിക്കണം. അത് നല്ല സൂക്ഷ്മതയോടുകൂടി എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ആർക്കും ഈ ഒരു ഇത് വരാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ മാർച്ച് മാസം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസ്ഥ വന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക. ഇനി ഇതൊരു യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും എനിക്കൊരു കമൻ്റ് ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.